ഹലോ ഗൈസ്, ഇന്നതേ നട്ടപുരുവയിലത്തെ അഞ്ചുതെങ്ങ് കോട്ടയിലും പിന്നെ പെരുമാതുറയിലും പോയ ഒരു കഥയാണ്. കോട്ടയിൽ പോകാൻ ഇത്രയും വലിയ മേക്കപ്പ് ഒന്നും ആരും വിചാരിക്കരുതേ. ഇതൊരു ഫംഗ്ഷന് പോയിട്ട് പോകുന്ന വഴിയാണ്. ഇതിന്റെ അടുത്തായിട്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പൊ ഇവിടെയും കൂടെ കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. ഇതാണ് അഞ്ചുതെങ്ങ് കോട്ട. ഇവിടെ കോട്ടയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ എൻട്രൻസ്. ഇതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയിൽ താന്നിട്ട് വരുന്നതായിരിക്കും ഉത്തമം. നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നതുകൊണ്ട് വെയിലടിച്ച് കരിഞ്ഞുപോയി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മുകളിലോട്ടും കയറാൻ പറ്റിയില്ല. അവിടെ റെനോവേഷൻ നടക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് താഴെ തന്നെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഇത്. ഞാൻ മുമ്പ് പഠിക്കുന്ന ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. അടുത്ത് തന്നെ അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസും ഉണ്ട്. അവിടെ എൻട്രി ടൈം 3 മണി തൊട്ടാണ്. ഞങ്ങൾക്ക് അത്രയും ടൈം നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയില്ല. കുറിച്ച് വലിയ ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ ഈ കൽമതിലുകളും കാവൽ ഗോപുരവും ഒക്കെയാണ് പ്രധാന ആകർഷണം. കുരുമുളകിന്റെ വ്യാപാര നിയന്ത്രണവും അതുപോലെ തന്നെ കടൽമാർഗ സംരക്ഷണമൊക്കെ ആയിരുന്നേ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കോട്ടയ്ക്കുള്ളിലെ കുറച്ച് പ്രധാന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ. അങ്ങനെ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് പെരുമാതുറയാണ്. അങ്ങനെ ഞങ്ങൾ പെരുമാതുറ എത്തി. ആദ്യമേ കടലിലേക്കാണ് ചാടിയത്. ചേട്ടന് കടലിൽ ഇറങ്ങാൻ കുറച്ച് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണ് ഇറങ്ങിയത്. കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഫുള്ള് നടന്നു കണ്ടു. നല്ല ഭംഗിയായിരുന്നേ. ഒരു വൈകുന്നേരം ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഒരു ദിവസം വൈകുന്നേരം എന്തായാലും ഇവിടേക്ക് വരണം എന്ന്. I'm going with you and I will get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.